നമസ്കാരം. കീരിക്കാടൻ ജോസിനെ കുത്തിമലർത്തി സേതുമാധവൻ നിൽക്കുന്ന നിൽപ്പാണ്. ഈ തെരുവിൽ അയാൾക്കെല്ലാം നഷ്ടപ്പെട്ടുള്ള നിൽപ്പ്. നീതിപാലകനാകാനും സമൂഹത്തിന് നീതി നേടിക്കൊടുക്കാനും ആഗ്രഹിച്ച ആ നിഷ്കളങ്ക മനസ്സിനെ ആ തെരുവ് പിടിച്ച് കുറ്റവാളിയുടെ കിരീടം അണിയിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ കീരിക്കാടനെ വീഴ്ത്തിയ സേതുമാധവന് നിയമം ഒരു കിരീടം ചാർത്തിക്കൊടുത്തു, ഗുണ്ടയുടെ കിരീടം. മകനെ പോലീസുകാരനാക്കാൻ ആഗ്രഹിച്ച അച്ഛൻ ഒടുവിൽ PSCയുടെ പോലീസ് വെരിഫിക്കേഷനിൽ മകൻ ക്രിമിനലാണ് എന്ന സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്ത് അവസാന താണിയും അടിക്കുന്നു. പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിലെ ഗുണ്ടാ ലിസ്റ്റിൽ ഫോട്ടോ പതിപ്പിക്കുമ്പോൾ അയാൾ കിരീടം ചാർത്തപ്പെട്ട സേതുമാധവനായി. മലയാള സിനിമ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരം വ്യഥയിലേക്ക് ആസ്വാദകനെ തള്ളിവിട്ട ലോഹിതദാസിൻ്റെ സേതുമാധവൻ 1989 സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ സിനിമയാക്കിയപ്പോൾ ഇന്നും വരെ, അന്നു മുതൽ ഇന്ന് വരെ അയാളെ ഓർക്കാതെ മലയാളി ജീവിതം കടന്നുപോയിട്ടില്ല. കിരീടം ഇന്ത്യയാകെ ആഘോഷിക്കപ്പെട്ട ഒരു കഥാബീജമായിരുന്നു. നീതിപൂർവ്വം തെരുവ് ഭരിക്കാൻ പോയവൻ ആ തെരുവിൻ്റെ ഗുണ്ടയായി മാറിയ കഥ. കിരീടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ സുഹൃത്ത് സംഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ടാകും. പറഞ്ഞാലും കേട്ടാലും തീരാത്ത കഥയും കഥാപാത്രങ്ങളും ഒക്കെയാണ് എന്നെ സംബന്ധിച്ചും ആ സിനിമ. ഒന്നോ രണ്ടോ തവണയല്ലാതെ കിരീടം മുഴുവൻ കാണാൻ പറ്റിയിട്ടില്ല. ഒന്നിനപ്പുറം പോവില്ലായിരിക്കും. ചിലപ്പോൾ അക്കാഡമിക്കലായി നമ്മൾ മുഴുവൻ കാണണം എന്ന് വിചാരിച്ചിരിക്കേണ്ടി വരും, പറ്റാത്തതുകൊണ്ടാണ്. എന്നാൽ പലപ്പോഴും രംഗങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്, ഈ ചില ക്ലിപ്പുകളിലൂടെയൊക്കെ കടന്നു പോകും. ചെങ്കോൽ, കിരീടത്തിൻ്റെ രണ്ടാം ഭാഗം, കിരീടത്തെക്കാൾ മറ്റൊരു തലത്തിലേക്ക്, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ മാറ്റുരച്ച് ഉയർത്തുന്ന അഭിനേതാവ് എന്ന നിലയിൽ മോഹൻലാലിനെ ഉയർത്തുന്ന ഒരു സിനിമയാണ്. കിരീടം വീണ്ടും തിയേറ്റർ വഴി എത്തുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ടപ്പോഴാണ് എൻ്റെ കിരീടത്തെക്കുറിച്ചുള്ള ചില ആശങ്കകൾ, ആകുലതകൾ, ആ വ്യഥകളൊക്കെ നിങ്ങളോടും കൂടി പങ്കുവെക്കണം എന്ന് വിചാരിച്ചത്. ഈ വീഡിയോ കിരീടത്തിൻ്റെ ഈ വരവിൻ്റെ പശ്ചാത്തലത്തിലാണ്. നമുക്ക് ഒന്നാമതായി കഥാപാത്രങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇന്നിപ്പോൾ രക്ഷയ്ക്കായി ജീവിതത്തിലേക്ക് കടന്നു വന്ന വില്ലനെ കൊലപ്പെടുത്തിയ കുടുംബത്തെ രക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു ജോർജ് കുട്ടിയുടെ കഥ നമുക്കറിയാം. ദൃശ്യം 1, 2, 3 മലയാളി വീണ്ടും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് ജോർജ് കുട്ടിയുടെ കുറ്റകൃത്യം. അപ്പോഴാണ് അച്യുതൻ നായരുടെ കുടുംബം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അവിടെ ജോർജ് കുട്ടി ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ ആ കുറ്റകൃത്യം ഒളിപ്പിക്കുകയാണ്. ഇവിടെ കിരീടത്തിൽ വില്ലൻ കീരിക്കാടൻ കുടുംബമാകെ തകർത്തപ്പോഴും ഗതികെട്ട് പ്രതികാരത്തിനിറങ്ങിയ മകൻ നിസ്സഹായനായി കൊലപാതകിയായി കിരീടം ചാർത്തപ്പെട്ട സിനിമയാവുകയാണ്. അച്യുതൻ നായർ അതിൽ ആ കുറ്റകൃത്യത്തിനെതിരായി നിലപാടെടുക്കുകയാണ്. ജോർജ് കുട്ടി ഭാര്യയും മക്കളെയും സംരക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അച്യുതൻ നായരുടെ നീതിബോധം. അയാൾ പോലീസുകാരനും ആയിരുന്നല്ലോ. സേതുമാധവന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒടുവിൽ കീരിക്കാടൻ ജോസിനെ കൊല്ലേണ്ടി വന്നല്ലോ. സേതുമാധവൻ ചെയ്ത കൊലപാതകത്തിൽ അയാളെ ശിക്ഷയ്ക്കായി അയച്ച് അച്യുതൻ നായർ ഭാര്യയും മകളെയും ഒപ്പം കൂട്ടി ദുരിത ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. നീതിബോധത്തെക്കുറിച്ചും സമൂഹത്തിൻ്റെ വ്യക്തിത്വ നിർമ്മിതിയിൽ സമൂഹം ചെയ്യുന്ന കുറ്റകൃത്യത്തെക്കുറിച്ചും ഉള്ള ആഗോള രാഷ്ട്രീയമാണ് AK ലോഹിതദാസ് കിരീടത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് വെച്ചത്. ഒരാൾ സ്വയം എത്ര മികവുണ്ടാക്കാൻ, മുന്നോട്ട് പോകാൻ, കുതിക്കാൻ ശ്രമിച്ചാലും സമൂഹം എതിർ തീരുമാനം എടുത്ത് അത് നടപ്പാക്കിയാൽ അയാളെ കുറ്റവാളിയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അയാൾ ആഗ്രഹിച്ചതല്ല, സമൂഹം നൽകുന്നതാണ് അയാൾക്ക് ലഭിക്കുന്ന കിരീടം എന്ന് ലോഹിതദാസ് പ്രഖ്യാപിക്കുകയാണ്. അതാണ് ഈ സിനിമയുടെ ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, എങ്ങനെയാണ് ലോഹിതദാസും സിബി മലയിലും കിരീടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അതിനെക്കുറിച്ച് അവർ പലയിടങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചാലക്കുടി പ്രദേശത്താണ് ലോഹിതദാസ് ജനിച്ചതും വളർന്നതും. ചാലക്കുടി ഭാഗത്ത് ഒരുപാട് റൗഡികളുണ്ടായിരുന്ന കാലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോഹിതദാസിന് നേരിട്ടറിയാവുന്ന ഒരുപാട് പേർ. അന്നത്തെ റൗഡികൾ ഇന്നത്തെ പോലെയല്ല, ഇന്ന് കൊട്ടേഷൻകാരാണ്, അന്ന് നീതിബോധമുള്ളവരും ഒക്കെയാണ് എന്നാണ് ലോഹിതദാസ് പറയുന്നത്. അങ്ങനെ ഒരു റൗഡിയുമായി ഏറ്റുമുട്ടി കള്ള് ഷാപ്പിന് തീ വെച്ച് ജീവിതം നഷ്ടമായ ഒരു മനുഷ്യൻ്റെ അടക്കം കഥ ലോഹിതദാസ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തു നിന്നെത്തിയ ഒരു ആശാരി കുടുംബത്തിൻ്റെ കഥ, വമ്പൻ റൗഡികളുമായി യാദൃച്ഛികമായി ഏറ്റുമുട്ടി സ്വയം അവരുടെ കൂട്ടത്തിലേക്ക് തന്നെ എത്തപ്പെട്ടവർ. ചുറ്റുപാടുകളിൽ നിന്ന് കണ്ടെടുത്ത കഥയാണത് എന്ന് ലോഹിതദാസ് വിശദീകരിച്ചിട്ടുണ്ട്. സിബി മലയിലും ലോഹിതദാസും അമൃത TVയിൽ സമാഗമം പരിപാടിയിൽ കിരീടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതിൽ രസകരമായ കുറേ വിവരങ്ങളുണ്ട്. സിനിമ പോലെ ആകാംക്ഷ ഉണ്ടാക്കുന്നവയാണ്. സിദ്ദിഖ് അവതരിപ്പിച്ച ആ പരിപാടിയിൽ എങ്ങനെ കിരീടത്തിലേക്ക് എത്തിയെന്ന് സിബി മലയിൽ പറയുന്നത് ഇങ്ങനെയാണ്. തനിയാവർത്തനം റിലീസായ രാത്രിയിൽ അത് കണ്ട ആവേശത്തിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അതിൻ്റെ അനുഭവം പറയാൻ എൻ്റെ അടുത്ത് വന്നു. അന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു കഥ പറഞ്ഞു, ഒരു വീണുപോയ ഗുണ്ടയുടെ കഥ. അപ്പോൾ ലോഹി പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ ഗുണ്ടകളുടെ കഥ ഒരുപാടുണ്ട്, അത് വരുമ്പോൾ ചെയ്യാം എന്ന്. അങ്ങനെയാണ് ഒരു നല്ല കഥ കിട്ടിയാൽ ഈ ഗുണ്ടയുടെ കഥ ചെയ്യാം എന്ന ആലോചന വരുന്നത്. പിന്നീട് ചുള്ളിക്കാട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കഥ വേറൊരു സംവിധായകനോട് പറഞ്ഞോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ലോഹി പറഞ്ഞു, ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ വീണുപോയ ഗുണ്ടയുടെ കഥയാണല്ലോ പറയുന്നത്, നമ്മളെ ബാധിക്കില്ല എന്ന്. അത് പിന്നീട് ജോൺ പോളിൻ്റെ തിരക്കഥയിൽ ഹരികുമാർ സംവിധാനം ചെയ്ത് ദേവൻ, മുകേഷ്, പാർവതി, മധു ഒക്കെ അഭിനയിച്ച സിനിമയായി തിയേറ്ററിലെത്തി. പിന്നീട് സിബി മലയിൽ ലോഹിതദാസും ആ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. എന്നാൽ അത് നമ്മൾ ഉദ്ദേശിച്ച സിനിമയല്ല, അത് വേറെയാണ് എന്ന് അവർ ഉറപ്പുവരുത്തി. പിന്നീടാണ് ഉണ്ണിയും
ദിനേശ് പണിക്കരും കൂടി നിർമ്മാതാവ് എന്നുള്ള നിലയിൽ മോഹൻലാലിനെ വെച്ചൊരു പ്രോജക്റ്റ് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഈ സിനിമയിലേക്ക് എത്തിയത്. സിബി മലയിൽ അത് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ലോഹിയുടെ മനസ്സിലുള്ള കുറേ ഗുണ്ടകളുടെ ജീവിതവുമായി ചേർത്ത് അദ്ദേഹം ഒരു ഗംഭീര തിരക്കഥ എഴുതുകയായിരുന്നു. കിരീടം വെറും 3 ദിവസം കൊണ്ട് എഴുതി തീർത്ത സ്ക്രിപ്റ്റാണെന്നാണ് ലോഹിദാസ് പറഞ്ഞിട്ടുള്ളത്. അത് ഞെട്ടിക്കുന്ന കാര്യമാണ്. ലോഹിതദാസ് എന്ന മഹാപ്രതിഭയ്ക്ക് മാത്രം കഴിയുന്ന കാര്യം. സിബി മലയിലെ കല്യാണം തീരുമാനിച്ച സമയം നിർമ്മാതാവ് ഉണ്ണി ലോഹിദാസിനോട് പറഞ്ഞു, കല്യാണത്തിനൊന്നും പോകണ്ട, പെട്ടെന്ന് തിരക്കഥ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ ഉടനെ ചിത്രീകരണം തുടങ്ങണം. പക്ഷേ ലോഹിദാസിന് കല്യാണത്തിന് പോകണമായിരുന്നു. എഴുതാൻ തുടങ്ങുന്ന ദിവസം മുതൽ 4ാമത്തെ മറ്റേ ദിവസമാണ് കല്യാണം. അങ്ങനെ കല്യാണത്തിന് പോകണം എന്ന് തീരുമാനിച്ച് അതിന് മുമ്പ് എഴുതി തീർക്കാൻ ലോഹിദാസ് ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കുളിക്കാതെ ഭക്ഷണം കഴിക്കാതെ രാവും പകലും ഇരുന്ന് എഴുതിയതാണ്. അതൊരു വൈകാരികതയുടെ യാത്രയാണ്. തുടങ്ങിയാൽ പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞ് നിൽക്കൂ. അങ്ങനെ തിരക്കഥ പൂർത്തിയാക്കി നേരെ കല്യാണം കൂടി. സിബി മലയിലിൻ്റെ 10ാമത്തെ ചിത്രമാണ് ലോഹിദാസിൻ്റെ 6ാമത്തെ സിനിമ. അവർ ഒരുമിച്ചുള്ള 4ാമത്തെ സിനിമ. ലോഹിയുടെ ഹൃദയം കണ്ട സംവിധായകൻ എന്നാണ് സിബി മലയിൽ പൊതുവെ അറിയപ്പെട്ടിരുന്നത്. അവർ ഒരുമിച്ചപ്പോഴെല്ലാം സിനിമയിൽ അത്ഭുതങ്ങളുണ്ടായി. ലോഹിയുടെ ആദ്യ സിനിമ തനിയാവർത്തനത്തിൽ ആരംഭിച്ച ഒരുമിച്ചുള്ള യാത്ര 4ാമത് കിരീടത്തിൽ എത്തിയപ്പോൾ അത് ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കിരീടത്തിൻ്റെ മറ്റു ഭാഷകളിലുണ്ടായ റീമേക്കുകൾ. ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലെല്ലാം റീമേക്ക് ഉണ്ടായി. ബംഗ്ലാദേശിനടക്കം ഇന്ത്യക്ക് പുറത്തേക്കും പോയി. ഹിന്ദിയിൽ പ്രിയദർശന് വലിയ വിലാസമുണ്ടാക്കി കൊടുത്ത ഗർദിഷാണ്, ജാക്കി ഷറോഫിനെ നായകനാക്കിയെടുത്ത ഗർദിഷാണ് കിരീടത്തിൻ്റെ റീമേക്കായി ഹിന്ദിയിലെത്തിയത്. ബോളിവുഡ് ബോക്സ് ഓഫീസിലും സിനിമാ ചരിത്രത്തിലും ഗർദിഷ് ഹിന്ദി സിനിമയുടെ ചരിത്രത്തിൽ ഓർക്കാതെ പോകില്ല. പ്രിയദർശൻ ബോളിവുഡിൽ അത്ര പരിചയമില്ലാത്ത വിധം ജീവിതം പറഞ്ഞു, ട്രാജഡി തന്നെ പറഞ്ഞു. ലോഹിദാസിൻ്റെ കഥാഗതിയിൽ അധികം കൈവച്ചുമില്ല. ക്ലൈമാക്സിൽ തൊട്ടതേയില്ല. അതേ ക്ലൈമാക്സിൽ ഒരുപക്ഷെ നായകൻ്റെ ഹീറോയിസത്തിനപ്പുറത്ത് സിനിമയുടെ ഗുണനിലവാരം അവിടെ ക്ലിക്കായി. തമിഴിൽ കിരീടം എന്ന പേരിൽ തന്നെ ഇറങ്ങിയ സിനിമയുടെ ക്ലൈമാക്സും കഥ പറച്ചിൽ രീതിയും കംപ്ലീറ്റ് മാറ്റിയിരുന്നു. AL വിജയ് സംവിധാനം ചെയ്ത തമിഴ് കിരീടത്തിൽ അജിത്താണ് നായകൻ. കിരീടം തന്നെയാണ് പേര്. നമ്മുടെ തല അജിത്ത്, തൃഷ നായിക. അജിത്തിൻ്റെ കഥാപാത്രം ശക്തി എന്നാണ് പേര്. വമ്പൻ ഹീറോയിസമാണ്. സിനിമയെ മലയാളം കിരീടത്തിൽ നിന്ന് വ്യത്യസ്തമാക്കി. അത് വലിയ ബന്ധം കഥയുടെ സ്ട്രക്ചറിനൊക്കെ ഉണ്ട്. ക്ലൈമാക്സിലൊക്കെ നമ്മുടെ കത്തി താഴെയിട എന്ന തിലകൻ്റെ ഡയലോഗിലൊന്നുമല്ല സിനിമ. മാത്രമല്ല വില്ലനെ കൊന്ന് നാട്ടുകാർക്ക് ഉപകാരം ചെയ്ത നായകനെ കോടതി വെറുതെ വിട്ട് വളരെ പോസിറ്റീവായി ഉള്ളൊരു സിനിമയായി മാറുന്നതോടെ ഒരു സാധാരണ തമിഴ് എൻ്റർടൈനറായി മാറി. പക്ഷേ അത് വലിയ വിജയമായിരുന്നു അവിടെ. തെലുങ്കിൽ റൗഡീസം നസിൻ ചാലി എന്ന പേരിൽ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയില്ല, അങ്ങനെ ഒരു പേരിലാണ് രാജശേഖർ നായകനായി കിരീടം എത്തിയത്. വാണി വിശ്വനാഥൊക്കെയുള്ള പടമാണ്. തെലുങ്ക് കുറേ കൂടി ജീവിതഗന്ധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ അക്കാലത്ത് തെലുങ്ക് സിനിമകൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വല്ലാത്തൊരു ആഘാതമാണ് നമുക്ക് ഉണ്ടാക്കുക. അതിനിടയിൽ അവിടെ ഈ കിരീടത്തിൻ്റെ റീമേക്ക് വല്ലാത്തൊരു അനുഭവമായി. ക്ലൈമാക്സിൽ ഈ സിനിമ കുറച്ചും കൂടിയും വ്യത്യസ്തമാണ്. മലയാളം കിരീടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നെഞ്ചു പിളർക്കുന്ന ഒരു രംഗമുണ്ട്. സേതുമാധവൻ റൗഡി ലിസ്റ്റിൽ പെട്ടിട്ട് അയാളുടെ ഈ പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തിലകൻ ഇറങ്ങിപ്പോവുകയും മലയാളം ക്ലൈമാക്സിൽ ഈ നോട്ടീസ് ബോർഡിൽ ഇയാളുടെ ചിത്രം വരികയും ചെയ്യുകയാണല്ലോ ഗുണ്ട ലിസ്റ്റിൽ. എന്നാൽ ഇവിടെ ഈ തിലകൻ എൻ്റെ കഥാപാത്രം അവിടെ വന്ന് അവിടെ പറഞ്ഞ് SIയോട് പറഞ്ഞിട്ട് അയാൾ കൂട്ടും ക്രിമിനലാണെന്ന് പറഞ്ഞിട്ട് റൗഡി ലിസ്റ്റിൽ സ്റ്റേഷനിലെ ബോർഡിൽ ഫോട്ടോ പതിപ്പിക്കുന്ന അച്ഛനാണ് ഇതിലുള്ളത്. മറ്റ് ഗർദിഷിലൊക്കെ മലയാളം തന്നെയാണ്. എന്നാൽ ഇവിടെ റൗഡീസം നശിൻ ചാലിയിൽ അച്ഛൻ റൗഡി ലിസ്റ്റിൽ സ്വന്തം മകൻ്റെ ചിത്രം പതിപ്പിക്കുന്ന ഒരു കാഴ്ച, അത് വല്ലാത്തൊരു രംഗമാണ്. പിന്നെ കന്നഡയിൽ മൊടാഡ മരയള്ളി ശിവരാജ് കുമാർ നായകനായി എത്തിയ സിനിമയാണ്. ശിവരാജ് കുമാർ ഇപ്പോൾ നമുക്ക് ജയിലറിലൂടെ മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ട ആളെ. പിന്നെ മലയാള സിനിമകളും വന്നല്ലോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുള്ള. കന്നഡയിൽ അന്ന് അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ ആ സിനിമ അവിടെ വലിയ സ്വീകാര്യത കിട്ടിയെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ബംഗ്ലാദേശി സിനിമയടക്കം ബാബർ ആദേശ് എന്ന പേരിൽ ഇന്ത്യക്ക് പുറത്തും കിരീടത്തിൻ്റെ സ്വാധീനത്തിലും റീമേക്കായി സിനിമകളെത്തി. അത് വേറൊരു തരത്തിലുള്ള സിനിമയാണ്. അത് നമുക്കങ്ങനെ നമ്മുടെ സിനിമ ശൈലിയിലല്ല. ഞാൻ യൂട്യൂബിലൊന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഗുണ്ട എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് ലോഹിദാസും സിബി മലയിലും പറയാൻ ശ്രമിച്ചത്. അതോടൊപ്പം സമൂഹം ഒരു വ്യക്തിയെ നിർമ്മിക്കുന്ന കാര്യം പല രീതിയിൽ പറയാം. ആ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കുന്ന തിരിച്ചടികൾ ഇന്ത്യൻ സിനിമയിൽ അത്രയധികം ജീവിതഗന്ധിയായി, അത്ര ആഴത്തിൽ ആ കഥാബീജം കിരീടത്തോളം മികവിൽ അതിന് മുമ്പോ ശേഷമോ ആരും പറഞ്ഞിട്ടില്ല. ദേശീയതലത്തിൽ മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചതിലൂടെ ആ നിലയിലും അംഗീകരിക്കപ്പെട്ടു. 1989 കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് 29 വയസ്സാണ്. അദ്ദേഹത്തിന് ആദ്യമായൊരു ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് 29ാം വയസ്സിൽ കിരീടത്തിലെ അഭിനയത്തിനാണ്. 89 മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശം
കിരീടത്തിന് കിട്ടി സേതുമാധവന്. 89 അവാർഡിന് മറ്റൊരു കൗതുകം ഉണ്ടായി. മോഹൻലാൽ മത്സരിച്ചത് ദേശീയ തലത്തിലും കേരളത്തിലും ഒക്കെ മമ്മൂട്ടിയോടായിരുന്നു. ഒരു വടക്കം വീരഗാഥ, മതിലുകൾ എന്നീ സിനിമകളിലെ അഭിനയത്തിനൊടുവിൽ ദേശീയ തലത്തിൽ മോഹൻലാലിനോട് മത്സരിച്ച് മമ്മൂട്ടിക്കാണ് മികച്ച നടനുള്ള പുരസ്കാരം കിട്ടിയത്. മോഹൻലാലിന് സ്പെഷ്യൽ മെൻഷൻ. മോഹൻലാലിനെ മറികടന്ന് മികച്ച നടനുള്ള പുരസ്കാരം കേരളത്തിലും കിട്ടി. സേതുവിനെ മറികടന്ന് ചന്തുവാണ് ദേശീയ തലത്തിലും അവാർഡ് നേടിയത്. സേതുവും ചന്തുവും രണ്ടും പരാജയപ്പെട്ട നായകന്മാരാണെന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. 91 പിന്നീട് ഭരതത്തിനാണ് ആദ്യത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മോഹൻലാലിന് കിട്ടുന്നത്. അത് കഴിഞ്ഞ് 99 വാനപ്രസ്ഥത്തിന് രണ്ടാമത്തെ അവാർഡ് മികച്ച നടനായി. 2016 പ്രത്യേക ജൂറി പരാമർശം 23 ദാദാ സാഹിബ് ഫാൽക്കെയും മോഹൻലാലിന് കിട്ടുന്നുണ്ട്. കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ കവളിൽ തലോടി എന്നുള്ള പാട്ടിന് MG ശ്രീകുമാറിന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇതും രസകരമായ കാര്യം, ആ വർഷത്തെ പുരസ്കാരത്തിന് കിരീടത്തിന് ആകെ കിട്ടിയത് ഈ ഒരു അവാർഡാണ്, സംസ്ഥാന അവാർഡ്. ദേശീയ തലത്തിൽ മോഹൻലാൽ സ്പെഷ്യൽ മെൻഷൻ. ഇന്ന് ആലോചിക്കുമ്പോൾ കിരീടം പോലൊരു സിനിമയ്ക്ക് ഈ ഒരു അവാർഡേ കിട്ടിയുള്ളൂ, അർഹിക്കുന്നത് നൽകിയില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ അങ്ങനെയല്ല. അന്നത്തെ അവാർഡിൻ്റെ ആ മത്സരം കണ്ടാൽ നിങ്ങൾ ഞെട്ടും, അഭിപ്രായം മാറ്റും. മികച്ച നടനുള്ള പുരസ്കാരം കേരളത്തിലും മമ്മൂട്ടിക്ക് തന്നെയായിരുന്നു. ഒരു വടക്കൻ വീരഗാഥ, മൃഗയ, മഹായാനം, തിരക്കഥയും ലോഹിദാസിന് മിസ്സായി. തിരക്കഥയ്ക്കുള്ള അവാർഡും അത് വടക്കം വീരഗാഥയ്ക്ക് MTക്കായിരുന്നു. രണ്ടാമത്തെ നടന് തിലകൻ അവാർഡ് കിട്ടിയില്ല, കേരളത്തിലും കിട്ടിയില്ല. മഴവിൽ കാവടിയിലും ജാതകത്തിലും അഭിനയത്തിന് ഇന്നസെൻറ്റിനാണ് കിട്ടിയത്. എമ്മാതിരി സിനിമകളുണ്ടായ വർഷം എന്നാണ് അറിയാമോ? എനിക്ക് തോന്നുന്നു ദശരഥമൊക്കെ ആ വർഷം വരുന്നുണ്ട്. പക്ഷേ കിരീടം അവാർഡിനപ്പുറത്തേക്ക് കാലത്തെ അതിജീവിച്ച് നിന്നു. ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. കിരീടത്തിൻ്റെ പേരിനെക്കുറിച്ച് രസകരമായൊരു കഥയുണ്ട്, അതും കൂടി പറയാം. സിബി മലയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മുക്തി എന്ന മമ്മൂട്ടി ചിത്രമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? IV ശശി സംവിധാനം ചെയ്ത മുക്തി. മുക്തിയിൽ മമ്മൂട്ടി ഒരു കലക്ടർ വേഷത്തിലാണ്. ഗംഭീര സിനിമയാണ്. മുക്തിക്ക് ആദ്യം ലോഹിദാസാണ് തിരക്കഥ. ലോഹിദാസ് ഇടാൻ വെച്ച പേരാണ്. അന്നത് തീരുമാനിച്ചു. മമ്മൂട്ടി കളക്ടറെ അഭിനയിക്കുന്ന സിനിമ ശ്രദ്ധയുണ്ട്. അദ്ദേഹം അത് സിബി മലയിൽ സുഹൃത്ത് എന്നുള്ള നിലയിൽ സംസാരിച്ചു. അപ്പോൾ സിബി മലയുടെ ഗംഭീര പേരാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നിർമ്മാതാക്കളും മറ്റുമൊക്കെ ആ പേരിൽ എന്തോ ഇഷ്ടക്കേട് പറഞ്ഞതിനെ തുടർന്ന് ലോഹിദാസ് ആ പേര് മാറ്റി മുക്തി എന്നുള്ള പേരിലിട്ടു. എന്നാൽ അന്ന് ഇക്കാര്യം ലോഹിദാസ് പറഞ്ഞത് സിബിയുടെ മനസ്സിലുണ്ടായിരുന്നു കിരീടം ചെയ്യുമ്പോൾ. അപ്പോൾ ഈ വീണുപോയ ഗുണ്ടയുടെ കഥയ്ക്ക് എന്ത് പേരിടും എന്ന് ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. അതൊരു പാഴ്കിരീടമാണല്ലോ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ആ കിരീടത്തെക്കുറിച്ച് ലോഹിദാസ് ഓർമ്മിച്ച് ആ പേര് ഇവിടെ ഇടുകയായിരുന്നു. കിരീടം ഇറങ്ങിയതോടെ യേശുവിൻ്റെ മുൾക്കിരീടം എന്ന സങ്കല്പത്തെ മലയാളിയുടെ ഉള്ളിലേക്ക് സേതുവിൻ്റെ കിരീടമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഒരു നിയമപാലകൻ്റെ, പോലീസിൻ്റെ കിരീടം അണിയാൻ ആഗ്രഹിച്ച ഒരാൾ ഒരു ഗുണ്ടയുടെ കിരീടം അണിയുന്ന സമൂഹത്തിൻ്റെ കഥയാണ് അത് യഥാർത്ഥത്തിൽ. ആ കിരീടം അയാളെ സമൂഹം അണിയിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് കിരീടം ഇറങ്ങി കുറേ വർഷം കഴിഞ്ഞ് രണ്ടാം ഭാഗമായ ചെങ്കോലിൽ ഉൾപ്പെടുത്തിയ ഒരു സംഭാഷണം ഒന്നാം ഭാഗമായ കിരീടത്തിൻ്റെ പേരിനെക്കുറിച്ചുള്ള ലോഹിയുടെ ഒരു പ്രസ്താവനയായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. ഞാൻ സേതുമാധവനെ കാണാൻ സുഹൃത്തായ കേശു വരുന്ന ആ സമയത്തെ സംഭാഷണം എപ്പോൾ ഓർമ്മിക്കാറുണ്ട്. ശ്രീനാഥിൻ്റെ കഥാപാത്രമാണ്. ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ മുറിയിൽ അവിടെ നെറ്റിയിലിങ്ങനെ വെട്ടേറ്റതിൻ്റെ അടയാളവുമായി നിൽക്കുന്ന സേതുവിനെ കണ്ട ശ്രീനാഥിൻ്റെ കഥാപാത്രം സുഹൃത്തിന് ഒരു ഞെട്ടലുണ്ട്. അവിടെ വെച്ച് സേതുമാധവൻ പറയുന്ന ഒരു സംഭാഷണമുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും മികച്ച സംഭാഷണങ്ങൾ എടുത്താൽ അത് മുൻനിരയിൽ നിർത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പശ്ചാത്തലവും ഭൂതകാലവും കഥാപാത്രത്തിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് ഞാൻ പലതവണ അത് കേട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും കണ്ണ് നനയിക്കും. അത് നമ്മളെ ആകെ ഒരു അസ്തിത്വ പ്രതിസന്ധിയിൽ എത്തിക്കുന്ന, സമൂഹത്തെക്കുറിച്ചുള്ള ആശങ്ക നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു വിലയിരുത്തൽ ആണ് ആ സംഭാഷണം. ജനലിലൂടെ പുറത്തേക്ക് നോക്കി സേതു പറയുന്നുണ്ട്, ദാ കണ്ടോ, ആ തെരുവിലാണ് സേതുമാധവന് എല്ലാം നഷ്ടപ്പെട്ടത്, സ്വപ്നങ്ങളും ജീവിതവും എല്ലാം. എന്നിട്ടൊരു കിരീടം വെച്ച് തന്നു. ഇപ്പോൾ ദാ ഈ മുഖത്ത് കണ്ടില്ലേ, ആരെയും പറഞ്ഞ് മനസ്സിലാക്കണ്ട, കൊള്ളാം എന്ന്. അപ്പോൾ കേശു പറയും, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം എന്ന്. എന്നാൽ സേതു അത് നിഷേധിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തിന്, ഇനി ഇത് മാറ്റാൻ പാടില്ല. സേതുവിൻ്റെ കിരീടത്തിൽ ഇതൊരു തൂവൽ എന്ന് പറഞ്ഞിട്ടൊരു ചിരിയുണ്ട്. ആ ചിരി ഭ്രാന്തമായൊരു ചിരിയാണ്. ആ ചിരിയെപ്പറ്റി ശ്രീനാഥ് അപ്പോൾ ചോദിക്കും, നീ എന്ത് ചിരിയാടാ ചിരിക്കുന്നതെന്ന് ചോദിക്കും. മോഹൻലാലിൻ്റെ ഗംഭീരമായ രംഗങ്ങളിൽ ഒന്നാണ് ചെങ്കോലിലെ മോഹൻലാൽ കിരീടത്തിനേക്കാളും ഒരു പടി ഉയർന്നു നിൽക്കുന്ന അഭിനയ മികവ് ഉള്ള കഥാപാത്രമാണ്. ഇവിടെ കിരീടത്തിന് ചെങ്കോലിൽ ഒരു നിർവചനം പ്രത്യക്ഷത്തിൽ തന്നെ ലോഹിദാസ് നൽകുകയാണ്. സമൂഹം വെച്ച് തന്ന കിരീടം എന്ന്. അനശ്വരമായ സിനിമയായി കിരീടം നിലനിൽക്കുന്നതും ആ കഥാബീജത്തിൻ്റെ അടിത്തറയിലാണ്. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ജീവിക്കുന്ന ഒരു കഥയാണത്. നമ്മൾ ഉള്ളിടത്തോളം അതിങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനിയും ചർച്ച ചെയ്യപ്പെടും. നന്ദി, നമസ്കാരം.